ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു അച്ചാർ ഉണ്ടാക്കിയാലോ? വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ ബിരിയാണിയുടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് ഉണക്കമുന്തിരി അച്ചാർ. നമ്മളെപ്പോഴും ഡേറ്റ്സ് പിക്കിളല്ലേ ബിരിയാണിയുടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാറുള്ളത്. ഇത് കുറച്ച് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉണക്കമുന്തിരി അച്ചാർ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 75 ഗ്രാം ഉണക്കമുന്തിരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വെളുത്തുള്ളി നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ പച്ചമുളക് റൗണ്ടിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ശർക്കര പാനിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ പാനിയാക്കി എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലും നല്ലെണ്ണയിലും ഈ ഒരു അച്ചാർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുന്തിരി നന്നായിട്ട് വീർത്ത് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അധിക സമയം എടുക്കില്ല കേട്ടോ, വേഗം തന്നെ നമുക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാം. ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അതുപോലെ തന്നെ വിനിഗർ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുക. നിങ്ങൾ വിനിഗർ ചേർക്കാതെ വാളൻപുളി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഒരു ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. വാളൻപുളി എങ്ങനെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വലിയ ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി എടുത്ത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ വിനിഗറിന് പകരം വാളൻപുളി യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ വിനിഗറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാ നമ്മുടെ മുന്തിരിയൊക്കെ വീർത്ത് വന്ന് തുടങ്ങി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എണ്ണ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കുക്കായി തുടങ്ങുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക. എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ, കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, അതുകൊണ്ട് പച്ചമുളക് ഇത്ര എടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പച്ചമുളക് കുറച്ചെടുക്കുക. നമ്മുടെ പൊടികൾ കുക്കാവാൻ ആവശ്യമായ എണ്ണ ഉണ്ടാവണം നമുക്ക് അച്ചാറിൽ. ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് നമുക്കിപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ അച്ചാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില, അത് പച്ചമുളകിൻ്റെ കൂടെ ചേർക്കേണ്ടതായിരുന്നു. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പൊടികൾ കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കുക. ഈ സമയത്താണ് നമ്മൾ പുളിയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത വാളൻപുളി ചേർക്കേണ്ടത്. ഞാനിപ്പോൾ വിനിഗർ ചേർക്കുന്നത് കൊണ്ട് വാളൻപുളി അവോയ്ഡ് ചെയ്തിട്ട് വിനിഗറാണ് ചേർക്കുന്നത്.
വിനിഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരണം. നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉണക്കമുന്തിരി അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ചെക്ക് ചെയ്യുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ വിനിഗർ തിളപ്പിച്ച് ചൂട് മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഇനി ചേർക്കരുത്, ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.